ജഫോട്ടങ്ങിന്റെ പുതിയ വീട്ടിലെ ക്ലാസ്സാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് എല്ലാ യൂട്യൂബേഴ്സിനും പുതിയതായിട്ട് വരുന്ന എല്ലാ യൂട്യൂബേഴ്സിനും ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും. കാരണം എല്ലാവരുടെയും പ്രശ്നമാണ് നമ്മുടെ വീഡിയോൻ്റെ അകത്ത് കോപ്പിറൈറ്റ് വരുമോ എന്നുള്ളത്. അങ്ങനെ കോപ്പിറൈറ്റ് വരാതെ എങ്ങനെ നമ്മുടെ ചാനലിലോട്ട് സോങ്സ് ആഡ് ചെയ്യാനാവും, മ്യൂസിക് എങ്ങനെ ആഡ് ചെയ്യാനാവും, എവിടെ നിന്ന് ഇത് ഡൗൺലോഡ് ചെയ്യാനാവും, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. നോൺ കോപ്പിറൈറ്റ് മ്യൂസിക് എവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനാവും. നമ്മുടെ ചാനലിൽ യാതൊരു കോപ്പിറൈറ്റ് വിഷയമില്ലാതെ നമുക്ക് ലോങ് വീഡിയോസിനോ ഷോർട്ട് വീഡിയോസിനോ ഒക്കെ ആഡ് ചെയ്യാനുള്ള നോൺ കോപ്പിറൈറ്റ് മ്യൂസിക് നമ്മൾ എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ പരമാവധി വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് ചാനൽ സബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. ഇത് നമ്മുടെ ജഫോട്ടക്കിൻ്റെ പുതിയ ചാനലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരാം. ഏത് സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കാണിച്ചു തരാം, സ്ക്രീൻ റെക്കോർഡ് സഹിതം. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, അതിനാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗൂഗിൾ ഓപ്പൺ ആക്കുവാണ്. ഓക്കെ, നമ്മൾ ഗൂഗിൾ എടുത്തതിന് ശേഷം അവിടെ നമ്മൾ വൈറ്റ് സ്റ്റുഡിയോ ലോഗിൻ. ഓക്കെ, ഇവിടെ നമ്മൾ വൈറ്റ് സ്റ്റുഡിയോ ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് സെർച്ച് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സെറ്റിങ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ വൈറ്റ് സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് നമ്മൾ ഓപ്പൺ ആക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, ആ ഒരു സംഭവത്തിലോട്ട് പോവാണ്. അപ്പോൾ ഇവിടെ പണ്ടൊക്കെ നമുക്കിവിടെ ലോഗിൻ എന്ന ഓപ്ഷനാണ് കാണിച്ചുകൊണ്ടത്. ഇപ്പോൾ നമുക്കൊരു ഹിന്ദി വേർഡ്, അറബി വേർഡൊക്കെ കാണിക്കാം. അതിൻ്റെ അകത്ത് ഏതിൽ തൊട്ടാലും കുഴപ്പമില്ല. വലത്തോട്ട് ആരോ മാർക്ക് കാണിക്കും. നമ്മൾ ജസ്റ്റ് അതിൻ്റെ അകത്തോട്ട് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഡെസ്ക്ടോപ്പ് സൈഡിലേക്ക് നമുക്ക് ഓപ്പൺ ആയി കിട്ടുന്നതായിരിക്കും. കുറച്ച് ടൈം എടുക്കും, കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ. റേഞ്ചിലുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കും ഓപ്പൺ ആയി കിട്ടാൻ വേണ്ടി. എന്ന് വിചാരിച്ചിട്ട് ആരും പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓപ്പൺ ആയി കിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ ആവശ്യവും നമ്മൾ ഡെസ്ക്ടോപ്പ് സൈഡിലോട്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ കയറുന്നത്. ഓക്കെ, അതിനുശേഷം ഇവിടെ ഇങ്ങനെ ഒരു പേജ് വരും. ഇവിടെ നമ്മൾ ക്ലോസ് അടിച്ചു കൊടുക്കുക കേട്ടോ. ഈ ക്ലോസ് അങ്ങ് അടിക്കുക. അപ്പോൾ എന്തായി, നമുക്ക് ഡെസ്ക്ടോപ്പ് സൈഡിൽ ഓപ്പൺ ആയി. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഇവിടെയാണ് നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം കാണിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഏറ്റവും ചാനൽ ഡാഷ്ബോർഡ് പ്രൊഫൈൽ കാണിക്കും, തൊട്ടടിയിൽ ഡാഷ്ബോർഡ് കാണിക്കും, ഇവിടെ കണ്ടൻറ്റ് ഓപ്ഷൻ കാണിക്കും, അതിൻ്റെ അടിയിൽ അനലറ്റിക്സ് കാണിക്കും. അപ്പോൾ ഏറ്റവും അടിയിൽ, അതായത് ഈ ഒരു പൂത്തിരി കത്തുന്ന, അതായത് കസ്റ്റമൈസേഷൻ എന്നുള്ള ഓപ്ഷൻ്റെ തൊട്ടടിയിൽ ഒരു മ്യൂസിക്കിൻ്റെ ചിഹ്നം നിങ്ങൾക്ക് കാണാം. ഈ ഒരു ഇടത്തെ സൈഡിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. ഏറ്റവും അടിവശത്തായിട്ട് ഒരു മ്യൂസിക്കിൻ്റെ ചിഹ്നം, അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരുപാട് മ്യൂസിക്കുകൾ നമുക്കവിടെ കാണും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഓരോന്ന് നമുക്ക് വേണേൽ പ്ലേ ചെയ്ത് നോക്കാം. അവിടെ സൈഡിൽ ഓപ്ഷൻ ഉണ്ട്, ഓരോ സ്റ്റാറിന് തൊട്ടിപ്പുറത്തായിട്ട് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ഇതുപോലെ പ്ലേ ചെയ്യാം. ഓരോന്നോരോ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, ഇതുപോലെ പ്ലേ ചെയ്ത് നോക്കാം. എന്നിട്ട് ഏത് മ്യൂസിക്കാണോ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്, ആ മ്യൂസിക് നമുക്ക് ഏറ്റവും വലത്തെ സൈഡിൽ നമുക്കിവിടെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻ കാണിക്കും. ഉണ്ടോ, ഏറ്റവും വലത്തെ സൈഡിലായിട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും. അത് നമ്മൾ പ്ലേ ചെയ്താലേ വരുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഏപ്രിൽ 2026 ഇങ്ങനെ ആ ഒരു ഇത് കാണിക്കുക. പിന്നെ നിങ്ങൾ പരമാവധി എന്ത് ചെയ്യുക, ലൈസൻസ് ടൈപ്പ് എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അവിടെ ലൈസൻസ് ടൈപ്പിൻ്റെ അകത്ത് യൂട്യൂബിൻ്റെ സിമ്പിളുള്ളത് ആട്രിബ്യൂഷൻ നോൺ റിക്വയർഡ് എന്നുള്ള സംഭവം, ആട്രിബ്യൂഷൻ റിക്വയർഡ് ആയിട്ടുള്ള സംഭവമുണ്ട്, ആട്രിബ്യൂഷൻ നോൺ റിക്വയർഡ് ആയിട്ടുള്ള സംഭവമുള്ളൂ. അതായത് ഒരു സി ടൈപ്പ്, ഇവിടെ ഇങ്ങനെ ഈ യൂട്യൂബിൻ്റെ ചിഹ്നത്തിൻ്റെ അവിടെ സി എന്നുള്ള സംഭവമാണ് കാണിക്കുന്നതെങ്കിൽ അത് ആട്രിബ്യൂഷൻ റിക്വയർഡാണ്. അത് നമുക്ക് അതിൻ്റെ ലിങ്ക് നമ്മൾ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് അത് കോപ്പി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കോപ്പി ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് വരും. ഈ യൂട്യൂബിൻ്റെ സിമ്പിളുള്ള ഏത് മ്യൂസിക് വേണം നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനാവും. ഇത് ജസ്റ്റ് ഡൗൺലോഡ് അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താവും, ഏത് മ്യൂസിക് വേണോ അത് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോൻ്റെ അകത്ത് നമുക്കത് ഡൗൺലോഡായി കിട്ടും. ഡൗൺലോഡായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫയൽ മാനേജറിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായി കണ്ടോ, ഇവിടെ നമ്മൾ ഓരോന്നിങ്ങനെ ജസ്റ്റ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് നോൺ കോപ്പിറൈറ്റ് മ്യൂസിക് നമുക്ക് എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനകത്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ എന്തായി, നമുക്ക് ആ ഒരു സംഭവം നമുക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമ്മുടെ മ്യൂസിക് ഡൗൺലോഡായി ഗാലറിയിലോട്ട് വന്നിട്ടുണ്ട്. അത് നമ്മൾ VN ആപ്ലിക്കേഷൻ എടുക്കുന്നു. VN ആപ്ലിക്കേഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആണല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് മ്യൂസിക് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് ജസ്റ്റ് ഞാൻ മ്യൂസിക് ആഡ് ചെയ്യാൻ വേണ്ടി നോക്കുവാണ്. ഓക്കെ, ഈ ഒരു വീഡിയോയ്ക്ക് ഞാൻ മ്യൂസിക് ആഡ് ചെയ്യാൻ വേണ്ടി നോക്കുവാണ്. അതിനോട് ഇടത്തെ സൈഡിൽ മുകളിൽ മ്യൂസിക്കിൻ്റെ ചിഹ്നം ഉണ്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് മ്യൂസിക് എന്ന് കാണിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ഞാൻ നോൺ കോപ്പിറൈറ്റ് എന്നുള്ള സേവ് ചെയ്ത് അതിനകത്തോടാണ് വന്നിട്ട് ഡൗൺലോഡ് ആയി വന്നിട്ടുള്ളത്. നോൺ കോപ്പിറൈറ്റ് കാണുന്നില്ലേ, അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ വന്ന് കിടപ്പുണ്ട്. ഞാൻ ഡൗൺലോഡ് ചെയ്ത മ്യൂസിക് കണ്ടോ, ഞാൻ 3-4 ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ജസ്റ്റ് യൂസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അടിച്ചു കഴിഞ്ഞാൽ പ്ലേ ആക്കി നോക്കാൻ വേണമെങ്കിൽ നോക്കിയോ. അപ്പോൾ ജസ്റ്റ് അടിയിൽ ഡൺ ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ മ്യൂസിക് എന്നുള്ള. അപ്പോൾ ഗൈസ്, ഇതുപോലെ നമുക്ക് ചോള കിട്ടുന്നുണ്ട്.
അപ്പോൾ അവിടെ മ്യൂസിക് വന്നിട്ടുണ്ട്. ഇത്രേ കാര്യങ്ങളുള്ളൂ. അതിന് എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ നമുക്ക് എവിടെയാണോ മ്യൂസിക് ആഡ് ചെയ്യേണ്ടത്, കട്ട് ചെയ്യേണ്ടത്, അത് ബാക്കിയൊക്കെ എഡിറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കഴിവ് പോലെ ഇരിക്കും. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായി മ്യൂസിക് നോൺ കോപ്പറേറ്റ് ഡൗൺലോഡായി കിട്ടിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള മ്യൂസിക് നിങ്ങൾക്ക് ട്രാവൽ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർക്കോ കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്കോ വേറെ ഏത് ടൈപ്പ് ഓഫ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കോ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഉപയോഗിക്കാം. യാതൊരു കുഴപ്പമോ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ യൂട്യൂബിൻ്റെ സിമ്പിളുള്ള ഉപയോഗിക്കണം. ആർട്ടിഫിഷ്യൽ റെക്കോർഡ് ആയിട്ടുള്ളത് സി ടൈപ്പ് എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനകത്ത് കോപ്പി ചെയ്യണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ കോപ്പറേറ്റ് ഒഴിവായി കിട്ടുള്ളൂ. ഓക്കെ, അല്ലാതെ യൂട്യൂബിൻ്റെ ആ ഒരു ഓപ്ഷൻ കാണിക്കുന്നത് നമുക്ക് എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. അത് യൂട്യൂബിന് അങ്ങനെ കാണിക്കുന്നത് ഞാൻ പറഞ്ഞു വെച്ചാൽ അത് സാധാരണക്കാർക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ ഇത്രയുള്ള കാര്യം സിമ്പിളായിട്ട് നിങ്ങൾ ഒരുപാട് അല്ലാണ്ട് VN ആപ്ലിക്കേഷനകത്തോ കൈൻ മാസ്റ്ററിനകത്തോ ഇൻഷോറിനകത്തൊക്കെയുള്ള മ്യൂസിക് എടുത്ത് നമ്മൾ നമ്മുടെ ചാനൽ ഇട്ട് കഴിഞ്ഞാൽ അത് കോപ്പിറൈറ്റ് വരും. പിന്നെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരാം. പിന്നെ പുറത്തുനിന്നുള്ള മ്യൂസിക് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതും നമുക്ക് പ്രശ്നമാണ് മുന്നോട്ട്. ഈ ഒരു ടൈപ്പിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് മ്യൂസിക് ഇടുവാണെങ്കിൽ നമുക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഉപകാരപ്പെട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഹൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് ഹൈപ്പ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത ദിവസം വീഡിയോ കാണാം. ബൈ.